ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് 1 ഇയർ കംപ്ലീറ്റഡ് ആയി. സെപ്റ്റംബർ 27 ആണ്, ലാസ്റ്റ് ഇയർ ആണ് വണ്ടി ഞങ്ങൾ ഷോറൂമിൽ നിന്ന് പുറത്തിറക്കിയത്. വിത്ത് നമ്പർ പ്ലേറ്റ് ആണ് ഞങ്ങൾ ഷോറൂമിൽ നിന്ന് പുറത്തിറക്കിയത്. അടിപൊളി വണ്ടിയാണ്. കിയയുടെ കാരൻസ് ആണ് എടുത്തത്. 7 സീറ്റർ IMT എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ക്ലച്ച് ഇല്ല അതിന്, പക്ഷെ ഗിയർ ഉണ്ട്. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, ക്ലച്ച് ഇല്ല, ഗിയർ ഉണ്ട്. അങ്ങനെ ABCയിൽ C ഇല്ല. അടിപൊളി വെഹിക്കിളാണ്. പിന്നെ സൺറൂഫ് ഉണ്ട്. ഇതിൽ സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല കൂളിംഗ്. AC ഇടുമ്പോൾ തന്നെ അതും കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സീറ്റിൽ ബാക്കിലും ഞങ്ങളുടെ കഴുത്തിലും ഒക്കെ വരപ്പൊന്നും വരത്തില്ല. നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. സ്പേഷ്യസ് വണ്ടിയാണ്. 7 സീറ്റർ ആണ്. നന്നായിട്ട് ലാവിഷാണ് ആക്ച്വലി വണ്ടി. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അടിപൊളി വൈബാണ് ഈ വണ്ടി. ജിഷ്ണു ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ജിഷ്ണു ആണ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തത്. ടെസ്റ്റ് ഡ്രൈവിനും ജിഷ്ണു തന്നെയാണ് കൊണ്ടുപോയത്. ഇൻഷ്യോൺ കിയയിലെ ആളാണ് അയാൾ, ജിഷ്ണു. അടിപൊളിയായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തതെല്ലാം. അപ്പം ഞാൻ ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് വണ്ടി ഇറക്കിയത്. അടിപൊളിയാണ്. ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി 22 lakhsോളം ആയി. പാലാ മുത്തോലിയിലുള്ള SIBയിൽ നിന്നുള്ള കാർ ലോണാണ് എടുത്തത്. അങ്ങനെ അപ്പോൾ കാറ് നേരെ കൊണ്ടുവന്നത് ഞങ്ങൾ കുമാരനല്ലൂർ ഭഗവതി ടെമ്പിളിലാണ് കൊണ്ടുവന്നത്. അവിടെ കാറ് പൂജിച്ചു. അപ്പോൾ എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ ഞങ്ങൾ കാറ് പൂജിക്കുന്നത് ഒരു നല്ല തുടക്കത്തിനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്തുള്ളത് കുമാരനല്ലൂർ ടെമ്പിൾ, അവിടെയാണ് ഞങ്ങൾക്കൊന്ന് തോന്നിയത്. അപ്പം അങ്ങനെ കുമാരനല്ലൂർ ഭഗവതിയുടെ അവിടെ എല്ലാം ഭഗവതിയുടെ കീഴിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ പൂജയ്ക്ക് കൊണ്ടുവന്നത്. ആദ്യം തന്നെ എഞ്ചിൻ തുറന്നിട്ട് എഞ്ചിനാണ് പൂജിക്കുന്നത്. പിന്നെ കാറ് ഫുള്ളുമായിട്ട് പൂജിക്കുന്നുണ്ട്. അടിപൊളി വണ്ടിയാണ് ഈ 1 ഇയർ. നല്ല ഹാപ്പി മോട്ടറിങ് ആയിരുന്നു. എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ലോങ് ഡ്രൈവ് ആണെങ്കിലും ലോങ് ട്രിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് ഒരു ടയേർഡ്നെസ് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം സീറ്റ്സ് എല്ലാം നേരെയാണ്, വളരെ കംഫർട്ടാണ്. പിന്നെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് വണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ പുറം വേദനയോ നടുവേദനയോ ഒന്നും അനുഭവപ്പെടുന്നുമില്ല. ഞങ്ങളിപ്പോൾ 1 ഇയർ ആയിട്ട് 15,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിച്ചെത്തിയിരിക്കുന്നത്. അതിൽ ലോങ് ട്രിപ്പ് എന്ന് പറയാൻ അധികം ലോങ് ട്രിപ്പൊന്നും പോയിട്ടില്ല. ഒന്ന് ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിൽ പോയി, പിന്നെ ഒന്ന് മോൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഫെസ്റ്റിവൽ. അവൻ സിംഗറാണ് മോൻ. അപ്പം അതിനുവേണ്ടി പാലക്കാടായിരുന്നു ലാസ്റ്റ് ഇയർ. അങ്ങനെ പാലക്കാടും വണ്ടി എടുത്തിട്ട് പോയി. പിന്നെ തൃശ്ശൂർ, അങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോയത്. അധികം ലോങ് ഡ്രൈവ് ഒന്നും പോയിട്ടില്ല. എന്നാലും 15,000 കിലോമീറ്ററോളം വണ്ടി പോയി. ഞാൻ തന്നെ വണ്ടി ഓടിക്കുന്നത്, വേറെ ആരും വണ്ടി ഓടിക്കാറില്ല. ഹസ്ബൻഡാണ് വണ്ടിയുടെ ഓണർ, പക്ഷെ ഓടിക്കുന്നത് ഞാനാണ്. അങ്ങനെ അടിപൊളിയല്ല. അപ്പം എൻ്റെ ഓണറും ഹസ്ബൻഡ് തന്നെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല.